പ്രിയ കുട്ടികളെ, ഇത് നമ്മൾ അൺസീൻ പാരഗ്രാഫ് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ അൺസീൻ പാരഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പേടിയാകും അല്ലേ. വലിയ പാരഗ്രാഫ്, വലിയ സെൻറ്റൻസ് ഒക്കെ കാണുമ്പോൾ ഇത് വിട്ട് കളയാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകും, സ്വാഭാവികം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ സെൻറ്റൻസും 2 times വായിക്കുക. ഒരു ആദ്യത്തെ പ്രാവശ്യം കുറച്ച് മനസ്സിരുത്തി വായിക്കുക, രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചുകൂടെ മനസ്സിരുത്തി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടും, എല്ലാ സെൻറ്റൻസും നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്. 6 മാർക്ക് എന്തിനാണ് വെറുതെ കളയുന്നത്? അപ്പം നമുക്ക് നോക്കാം. വെൻ ഐ വാസ് around 4 or 5, I was with mom at a store buying some Christmas gifts. As we were leaving, I saw a beautiful little dinosaur that fit perfectly in my hands. I grabbed 2 of them and hid one in each of my pockets. My pockets were so small that they made me look like I had 2 tumors on each of my hips. I still remember the rush of energy I got from actually leaving the store undetected. എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പോൾ ഒന്നും മനസ്സിലായി കാണില്ല അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ആ സെൻറ്റൻസ് എല്ലാം ഒന്നുകൂടി വായിക്കുക. വെൻ ഐ വാസ് അറൗണ്ട് 4 or 5 നിർത്തി ഒന്ന് വായിച്ചു നോക്കുക. പക്ഷേ സമയം കളയരുത്. എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് എഴുതുക. ഏറ്റവും ആദ്യം എഴുതുക. ഇച്ചിരി താമസം എടുക്കുന്ന ആലോചിച്ച് ചിന്തിച്ചെഴുതേണ്ട ക്വസ്റ്റ്യൻസ് അവസാനം വയ്ക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ 2 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. നോക്കിയേ. വെൻ ഐ വാസ് അറൗണ്ട് 4 or 5, എനിക്ക് 4 or 5 വയസ്സുള്ളപ്പോൾ ഐ വാസ് വിത്ത് മോം അറ്റ് എ സ്റ്റോർ ബൈയിങ് സം ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് അമ്മയുടെ കൂടെ ഞാനൊരു കടയിൽ നിൽക്കുകയാണ്. അസ് വി വെർ ലീവിങ്, ഞങ്ങൾ ലീവിങ് എന്ന് പറഞ്ഞാൽ എന്താ, കടയിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഐ സോ സം ബ്യൂട്ടിഫുൾ ലിറ്റിൽ ഡിനോസേഴ്സ് ദാറ്റ് ഫിറ്റ് പെർഫെക്റ്റ്ലി ഇൻ മൈ ഹാൻഡ്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ കൊള്ളുന്ന അത്ര ചെറുതായിട്ടുള്ള കുറച്ച് ഡിനോസേഴ്സിൻ്റെ പാവകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഐ ഗ്രാബ്ഡ് 2 of them. പെട്ടെന്ന് ഞാൻ ആരും കാണാതെ അത് 2 അങ്ങോട്ട് എടുത്തു. ആൻഡ് ഹിഡ് 1 in each of my pockets. അതിൽ ഓരോന്നും എൻ്റെ ഓരോ പോക്കറ്റിൽ ഞാൻ ഇട്ടു. മൈ പോക്കറ്റ്സ് വെയർ സോ സ്മോൾ. അപ്പോൾ എന്താണ്, എൻ്റെ പോക്കറ്റ് ഒത്തിരി ചെറുതായിരുന്നു. ദാറ്റ് ദേ മെയ്ഡ് മീ ലുക്ക് ലൈക്ക് ഐ ഹാഡ് 2 tumors ഓൺ ഈച്ച് ഓഫ് മൈ ഹിപ്സ്. അപ്പം ഈ പോക്കറ്റിൽ കാലിൻ്റെ ഭാഗത്ത്, അരയുടെ ഭാഗത്ത് 2 ട്യൂമർ ഉള്ള പോലെ തോന്നും എന്നെ കണ്ടാൽ. എന്താണ്, ആ 2 ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ഡിനോസറിനെ 2നെയും അവിടെ ഒളിപ്പിച്ചു. I still remember the rush of energy I got from actually leaving the store undetected. അവിടെ ആ വാക്ക് നിങ്ങൾ ഓർക്കുക, അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചില്ല. ഇവന് എന്താണ്, ഈ ഡിനോസറിനെ എടുക്കുന്നത് ആരും കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായി. ഐ സ്റ്റിൽ റിമെമ്പർ ദ റഷ് ഓഫ് എനർജി ഐ ഗോട്ട് ഫ്രം ആക്ച്വലി ലീവിങ് ദ സ്റ്റോർ അൺഡിറ്റക്റ്റഡ്. അടുത്ത പാരഗ്രാഫ്. when my mom and I got to the കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഷീ ഫൗണ്ട് ദം ആൻഡ് കോൾഡ് ദ സ്റ്റോർ കീപ്പർ ബാക്ക് ആൻഡ് മെയ്ഡ് മീ അപ്പോളജൈസ്. എന്താണ്, അപ്പോഴാണ് അമ്മ കണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ഷീ കോൾഡ് ദ സ്റ്റോർ കീപ്പർ ബാക്ക്. സ്റ്റോർ കീപ്പറിനെ തിരിച്ച് വിളിച്ചു. ആൻഡ് മെയ്ഡ് മീ അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്നോട് ക്ഷമ പറയാൻ പറഞ്ഞു. സ്റ്റോർ കീപ്പറോട് ക്ഷമ പറയാനായിട്ട് അമ്മ ആവശ്യപ്പെട്ടു. ഐ ഹാഡ് ദ അബ്സല്യൂട്ട് വേഴ്സ്റ്റ് സോഷ്യൽ ആങ്സൈറ്റി വെൻ ഐ വാസ് എ കിഡ്, സോ ഐ വാസ് അബ്സല്യൂട്ട്ലി സോബിങ്. അപ്പോൾ ഒരു കൊച്ചു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിടിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര നാണക്കേടാണ് അല്ലേ. ഇപ്പോൾ എന്ത് പറ്റി? ഇവൻ വാസ് അബ്സല്യൂട്ട്ലി സോബിങ്, കരയാണ്. ടെല്ലിങ് ദിസ് പുവർ എംപ്ലോയി ഹൗ ഹൊറിബിൾ എ പേഴ്സൺ ഐ വാസ്. അപ്പോൾ അപ്പോൾ അവന് കരഞ്ഞ് അവന് ഈ എംപ്ലോയറെ കണ്ടതേ ഇവൻ കരയാൻ തുടങ്ങി. ആൻഡ് ഐ ഹാഡ് എ മെൻറ്റൽ ബ്രേക്ക് ഡൗൺ വെൻ മൈ മോം ക്രൈഡ് എ വൈൽ. അപ്പോൾ എന്ത് ചെയ്തു? അമ്മയ്ക്ക് സങ്കടമായി. എന്തിനാ? മോൻ കരഞ്ഞതിനാണോ സങ്കടം? അല്ല, ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം അവന് അവിടെ മോഷ്ടിച്ചല്ലോ എന്ന് ഓർത്ത് അമ്മയ്ക്കും സങ്കടം വന്നു. പക്ഷേ അമ്മ എന്താ ചെയ്തേ? ആഫ്റ്റർവേർഡ്സ് ആൻഡ് ബോട്ട് മീ എ നൈസ് മിൽക്ക് ഷേക്ക്. അപ്പോൾ അമ്മ എനിക്ക് നല്ലൊരു മിൽക്ക് ഷേക്ക് കൂടി വാങ്ങിച്ചു തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇപ്പോൾ സാധാരണ കേസിൽ വഴക്ക് പറയേണ്ടതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കഥയുടെ ബാക്കിയുണ്ട്, അമ്മ ഉപദേശിക്കുന്നതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയാണ് പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐ ഹാഡ് എ മെൻറ്റൽ ബ്രേക്ക് ഡൗൺ വെൻ മൈ മോം ക്രൈഡ് എ വൈൽ ആഫ്റ്റർവേർഡ്സ് ആൻഡ് ബോട്ട് മീ എ നൈസ് മിൽക്ക് ഷേക്ക്. നല്ലൊരു മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ച് അമ്മ എൻ്റെ കരച്ചിലൊക്കെ നിർത്തി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ നറേറ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ സ്റ്റോർ? ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മിക്കവാറും ഓർഡർ അനുസരിച്ച് തന്നെയായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ എന്താണ്,
ഇടവിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിക്കവാറും ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ കാണും. വൈ ഡിഡ് ദ നറേറ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ സ്റ്റോർ? എന്താണ്? ടു ബൈ സം ക്രിസ്മസ് ഗിഫ്റ്റ്സ്. അടുത്ത്, വാട്ട് ഡിഡ് ദ നറേറ്റർ ഡു വെൻ ഹി വാസ് ലീവിങ് ദ സ്റ്റോർ? കടയിൽ നിന്ന് പോകാൻ നേരം ഇവൻ എന്താ ചെയ്തേ? ഹി സ്റ്റോൾ 2 toy dinosaurs from the shop and hid them in his pockets. അതൊക്കെ അതേപടി അവിടെ കിടപ്പുണ്ട് അല്ലേ? ഇനി, ഐ സ്റ്റിൽ റിമെമ്പർ ദ റഷ് ഓഫ് എനർജി ഐ ഗോട്ട്. വാട്ട് ഡു യു തിങ്ക് ദ നറേറ്റർ ഫെൽറ്റ് സോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഇപ്പം ഐ സ്റ്റിൽ റിമെമ്പർ ദ റഷ് ഓഫ് എനർജി ഐ ഗോട്ട്. അപ്പോൾ എനിക്ക് എന്ത് എനർജിയാണ് എനിക്കൊരു, അതായത് ഐ വാസ് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എന്നെ കണ്ടുപിടിച്ചില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനർജി തോന്നി. വൈ ഡു യു തിങ്ക് ദ നറേറ്റർ ഫെൽറ്റ് സോ? അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ തോന്നിയത്? ഹി ഫെൽറ്റ് സോ ബിക്കോസ് ഹി വാസ് ഏബിൾ ടു ലീവ് ദ സ്റ്റോർ വിതൗട്ട് ബീയിങ് കോട്ട്. ഒട്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് ബീയിങ് ഡിറ്റക്റ്റഡ് എന്നും എഴുതാം കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം ഹി വാസ് ഏബിൾ ടു ലീവ് ദ സ്റ്റോർ വിതൗട്ട് ബീയിങ് കോട്ട്. പിടിക്കപ്പെടാതെ, അവനെ ആരും പിടിച്ചില്ല, ആ സ്റ്റോറിൽ നിന്ന് അവനെ ആരും പിടിച്ചില്ല, അതുകൊണ്ടാണ് അവൻ അങ്ങനെ തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ദ മദർ വെൻ ഷീ ഫൗണ്ട് ഔട്ട് ദ മിസ്റ്റേക്ക് മെയ്ഡ് ബൈ ഹർ സൺ? അപ്പോൾ മോൻ ചെയ്ത ആ മിസ്റ്റേക്ക് അമ്മ കണ്ടുപിടിച്ചപ്പോൾ അമ്മ എന്താണ് ചെയ്തത്? ഷീ കോൾഡ് സ്റ്റോർ കീപ്പർ ആൻഡ് മെയ്ഡ് ഹർ സൺ അപ്പോളജൈസ് ടു ഹിം ഫോർ സ്റ്റീലിംഗ് ദ ഡിനോസേഴ്സ്. അപ്പോൾ ഇതൊക്കെ അതേപടി പാരഗ്രാഫിലുണ്ട് അല്ലേ? അപ്പോൾ അതങ്ങ് എഴുതുക. ഇനി, വൈ ഡിഡ് ദ നറേറ്റർ ഹാവ് എ മെൻ്റൽ ബ്രേക്ക് ഡൗൺ? നറേറ്ററിന് മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകാൻ കാരണം എന്താണ്? ഹി ഹാഡ് എ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആസ് ഹി സോ ഹിസ് മോം ക്രൈം ബിക്കോസ് ഓഫ് ഹിസ് മിസ്കോണ്ടക്ട് ആൻഡ് ലേറ്റർ ബൈയിങ് ഹിം എ നൈസ് മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇവൻ്റെ ഈ ഒരു ദുസ്വഭാവം അല്ലെങ്കിൽ മിസ്കോണ്ടക്റ്റ് കണ്ടിട്ട് അമ്മയ്ക്ക് സങ്കടം വന്നു. എന്താണ്? കട്ടെടുത്തത് കണ്ടപ്പോൾ. ആൻഡ് ലേറ്റർ ബൈയിങ് ഹിം എ നൈസ് മിൽക്ക് ഷേക്ക് ഹി ന്യൂ ഹിസ് മദർ ലവ്ഡ് ഹിം ഡിയർലി. അപ്പോൾ അമ്മ ഒത്തിരി അവനെ സ്നേഹിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് അവന് മനസ്സിലായി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, നമുക്ക് നോക്കാം. വാൾട്ട് ഡിസ്നി വാസ് ബോൺ. ഇത് രണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് കേട്ടോ, അപ്പോൾ നിങ്ങൾ വിട്ട് കളയരുത്, നോക്കുക. Walt Disney was born in Chicago in 1901. He had 3 brothers and a younger sister. His family moved from Chicago to Missouri and then finally settled in Kansas City when Walt was 9. Since the family was financially backward, Walt and his brothers worked as paper boys and did not have much time for school. When Walt was 16, his life suddenly changed as America entered the Great War. As a patriotic young man, Walt tried to join the army but was rejected because of his age. 2 പാരഗ്രാഫാണ്. Then he joined the Red Cross unit. When Walt returned to his family in Kansas, his brother Roy helped him to get a job at the Pressman Rubin Art Studio. Here he created advertisements for newspapers and magazines. At just 20 years old, Walt and his friends were making funny short films based on fairy tales through a process of trial and error. In July 1923, Walt sold his camera and with the little money he had moved to Hollywood. He had decided he wanted to be in the motion picture business instead and envisioned himself as a director. He moved in with his uncle Robert Disney and set out to look for a job. Every studio in town turned him down. As a last resort, Walt returned reluctantly to animation. ഇപ്പം വാൾട്ട് ഡിസ്നിയെ കുറിച്ചുള്ള പാരഗ്രാഫാണ്. ഇതും ഈസിയാണ്, ഒരു 1-2 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വേർ വാസ് വാൾട്ട് ഡിസ്നി ബോൺ? അപ്പോൾ അതിപ്പം എന്താണ്? ഫസ്റ്റ് ആ പാരഗ്രാഫിൽ തന്നെയുണ്ട്. വാൾട്ട് ഡിസ്നി വാസ് ബോൺ ഇൻ ഷിക്കാഗോ ഇൻ 1901. അടുത്ത്, വൈ ഡിഡിൻറ്റ് വാൾട്ട് ഡിസ്നി ഹാവ് മച്ച് ടൈം ഫോർ സ്കൂൾ? സിൻസ് ദ ഫാമിലി വാസ് ഫിനാൻഷ്യലി ബാക്ക്വേർഡ്, വാൾട്ട് ആൻഡ് ഹിസ് ബ്രദേഴ്സ് വർക്ക്ഡ് ആസ് പേപ്പർ ബോയ്സ്, സോ ഹി ഡിഡിൻറ്റ് ഹാവ് മച്ച് ടൈം ഫോർ സ്കൂൾ. അപ്പം ഇവർ സ്കൂളിൽ പോയില്ല. എന്താണ്? വൈ ഡിഡിൻറ്റ് വാൾട്ട് ഡിസ്നി ഹാവ് മച്ച് ടൈം ഫോർ സ്കൂൾ? സ്കൂളിൽ പോകാനായിട്ട് അവന് പറ്റിയില്ല. കാരണം എന്താണ്? ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിരുന്നു. വാൾട്ട് ആൻഡ് ഹിസ് ബ്രദേഴ്സ് വർക്ക്ഡ് ആസ് പേപ്പർ ബോയ്സ്, സോ ഹി ഡിഡിൻറ്റ് ഹാവ് മച്ച് ടൈം ഫോർ സ്കൂൾ. അപ്പം അവർ പേപ്പർ ബോയ്സ് ആയിട്ട് വർക്ക് ചെയ്തു, അതുകൊണ്ട് അവർക്ക് സ്കൂളിൽ പോകാൻ സമയം കിട്ടിയില്ല. അടുത്ത്, വാട്ട് മെയ്ഡ് എ സഡൻ ചേഞ്ച് ഇൻ വാൾട്ട്സ് ലൈഫ്? വാൾട്ടിൻ്റെ ലൈഫിൽ
ഒരു സഡൻ ചേഞ്ച് ഉണ്ടായ സംഭവം എന്തായിരുന്നു? വെൻ വാൾട്ട് വാസ് 16 ഹിസ് ലൈഫ് സഡൻലി ചേഞ്ച്ഡ് അസ് അമേരിക്ക എൻറ്റേർഡ് ദ ഗ്രേറ്റ് വാർ. അപ്പോൾ ഇതെല്ലാം ഈ സെൻറ്റൻസ് എല്ലാം അതേപടി മുകളിൽ പാരഗ്രാഫിലുണ്ട്. അപ്പം നിങ്ങൾ 2 ടൈംസ് സെൻറ്റൻസുകളെല്ലാം വായിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം പിടികിട്ടും. ഇതെല്ലാം ഓർഡർ അനുസരിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത്, വാട്ട് വാസ് വോൾട്ട്സ് വർക്ക് ഇൻ ദ പെസ്മൻ റൂബിൻ ആർട്ട് സ്റ്റുഡിയോ. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ വർക്ക് എന്തായിരുന്നു? ഹിസ് വർക്ക് വാസ് ടു ക്രിയേറ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ഫോർ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസീൻസ്. ഇനി വോൾട്ട് റിട്ടേൺഡ് റിലക്റ്റൻ്റ്ലി ടു ആനിമേഷൻ. വൈ? വീണ്ടും ആനിമേഷനിലേക്ക് തിരിച്ചു വന്നു. കാരണം he wanted to be in the motion picture business but every studio in town turned him down. ഇപ്പോൾ ഇതൊരു turned him down എന്നുള്ള ടേൺ ഡൗൺ എന്നുള്ളത് ഒരു ഫ്രേസും കൂടിയാണ്, നിങ്ങളത് ഓർത്തിരിക്കുക കേട്ടോ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരസിക്കുക എന്നാണ്. അവോയ്ഡ് അല്ലേ? turned him down as a last resort എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആശ്രയം എന്ന നിലയിൽ he returned reluctantly to animation. അടുത്തത് 3 ക്വസ്റ്റ്യനേ ഉള്ളൂ അല്ലേ? 3 ക്വസ്റ്റ്യൻ. അപ്പോൾ ചില ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 2 മാർക്ക് വെച്ച് കാണും. അതായത് 1-2 സെൻറ്റൻസ് ഒക്കെ എഴുതാനുള്ള ചില ആൻസേഴ്സ് കാണും. അങ്ങനെയുള്ളതിന് ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് വരും. അപ്പോൾ നിങ്ങൾ ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വയ്ക്കുക. ഒന്നുകൂടി 2 പരീക്ഷയ്ക്ക് വന്നതാണ് ഈ 2 ക്വസ്റ്റ്യൻസും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് തന്നെ സെലക്ട് ചെയ്തിട്ടത്. അപ്പോൾ ഇനി നിങ്ങൾ നന്നായിട്ട് നോക്കുക. പറഞ്ഞതുപോലെ തന്നെ ഓരോ സെൻറ്റൻസും 2 ടൈംസ് നിങ്ങൾ വായിച്ച് നോക്കുക. അങ്ങനെ 2 ടൈംസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ആൻസറെല്ലാം പിടികിട്ടും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് വായിക്കുക. ഓൾ ദ ബെസ്റ്റ്.